അങ്ങനെ സെക്രട്ടറി വിളിച്ചിരുത്തിയ ഒരു യോഗത്തിൽ വെച്ചിട്ട് കയ്യാങ്കളിയിലേക്ക് മാറാന്ന് പറഞ്ഞാൽ എത്രത്തോളം മായി നമ്മുടെ പെരിന്തൽമണ്ണ നഗരസഭ? ഇതിന് ചെയർപേഴ്സൺ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. എന്താണ് ഇത് ഇങ്ങനെ ആയിട്ടുള്ളത്? ഞങ്ങൾക്ക് ഇതിന് കൃത്യമായ മറുപടി കിട്ടണം. ഒരു നാളെ വേറൊരാൾ പരാതി പറയാൻ വന്നു കഴിഞ്ഞാൽ ഇതല്ലേ ഇവിടുത്തെ അനുഭവം? ഒരാൾ ദേഹത്ത് കൈവയ്ക്കുക. നമുക്ക് എല്ലാവർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും. കൗൺസിലിനകത്ത് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷവും നടത്താറില്ലേ? എങ്ങനെ ഒരു പരാതിക്കാരന്റെ മേലെ കൈവയ്ക്കുക? നല്ല അഹങ്കാരമാണ് നിങ്ങൾക്ക്. ഈ മുനിസിപ്പാലിറ്റിയും ഈ കേരളത്തിലെ ഭരണവും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് പാവങ്ങളുടെ നെഞ്ഞത്ത് കയറാന്ന് വിചാരിച്ചാൽ അതൊന്നും അനുവദിച്ചു തരില്ല തന്നെയാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയർപേഴ്സൺ അതിന് മറുപടി പറയണം. എന്താണ് ഇന്നലെ ഉണ്ടായിട്ടുള്ള വിഷയം എന്നുള്ളതിന് മറുപടി കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞുപോകണം. പെരിന്തൽമണ്ണയിൽ അനധികൃതമായി നിർമ്മിക്കുന്ന കെട്ടിടത്തെ സംബന്ധിച്ച പരാതി നൽകിയ പരാതിക്കാരനെയും അതുപോലെ തന്നെ സ്ഥലമുടമയെയും സെക്രട്ടറിയുടെ ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തി നടത്തിയ ചർച്ചയിൽ ഈ പരാതിക്കാരൻ സ്ഥലമുടമയെ മർദ്ദിച്ചു എന്ന ആരോപണത്തിൽ വലിയ തോതിലുള്ള ബഹളമാണ് കൌൺസിൽ യോഗത്തിൽ നടന്നത്. നഗരസഭാ ചെയർപേഴ്സന്റെ ഭർത്താവ് കൂടിയായ പരാതിക്കാരൻ പച്ചേരി ഫാറൂഖിനെതിരെ മർദ്ദനത്തിൽ നടപടിയെടുക്കണമെന്നാണ് പ്രതിപക്ഷ കൌൺസിലർമാരുടെ ആവശ്യം. ഇത് വലിയ വാക്കേറ്റത്തിലാണ് കൌൺസിൽ ഹാളിൽ തുടക്കം കുറിച്ചത്. ഇവിടെ ആർക്കും ആരും തല്ലാന്നുള്ള കോലത്തിൽ വരും. എന്ത് നോക്കണേ? ഇപ്പൊ ഉണ്ടായപ്പോൾ എന്താ നോക്കിയത്? ഇവിടെ ഉണ്ടായപ്പോൾ എന്താ നോക്കിയത്? നിങ്ങളെ അല്ല, ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ കസാരയിൽ ഇറങ്ങി കൊടുക്കി. ആ കസാരയിൽ ഇറങ്ങി കൊടുത്ത് പച്ചേരി ഫാറൂഖിനെ കൊണ്ട് തിരുത്തി. അവിടെ നിങ്ങളെ കൊണ്ട് കഥയെ പറ്റുള്ളൂ. ആ വൈസ് ചെയർമാനെ കസാരയിൽ ഇരുത്തിക്കോളെ. സർവീസ് ബാങ്കിൽ നിന്നല്ല പെരുന്തൽമണ്ണ നഗരസഭ ഭരിക്കേണ്ടത്. സർവീസ് ബാങ്കിൽ നിന്നല്ല ഭരിക്കേണ്ടത്. ബഹുമാനപ്പെട്ട വൈസ് ചെയർമാനെ മനസ്സിലാക്കി എന്താ പറയുന്നത്? സെക്രട്ടറിയുടെ റൂമിൽ വെച്ച് കൈകാര്യം ചെയ്താണ് ഉന്നയിക്കുന്നത്. എന്ത് എന്താ പറയണ്ടേ? എന്ത് പറയണ്ടേ? ഞങ്ങൾ പറയണേ എന്ത് പറയണ്ടേ? പരാതി കൊടുത്തിട്ടുണ്ടോ? പരാതി കൊടുത്തിട്ടുണ്ട്. പച്ചരിക്കാരെ ന്യായീകരിച്ചോളേ. ഒരു ന്യായീകരിച്ചിരുന്നോട്ടെ. കോൺഗ്രസ് അതേസമയം ഈ സംഭവത്തെ തുടർന്ന് കെട്ടിട ഉടമയെയും പരാതിക്കാരനെയും കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് വിളിപ്പിച്ചതെന്നും അതിൽ ചെറിയ തോതിലുള്ള വാക്കേറ്റങ്ങൾ ഉണ്ടായെന്നും ഇതിൽ പോലീസിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ നഗരസഭയുടെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹകരണവും ഉണ്ടാകുമെന്നാണ് നഗരസഭാ ഭരണസമിതിയുടെ വിശദീകരണം. അനധികൃതമായ ഒരു കെട്ടിടത്തിൻ്റെ പരാതി വന്നത് കാരണം കോടതി വിധി പ്രകാരം സെക്രട്ടറിയുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വെച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 പരാതിക്കാരെയും സെക്രട്ടറി വിളിച്ചു. അതിനുശേഷം അവർ തമ്മിലുള്ളൊരു വാക്ക് തർക്കത്തിൻ്റെ മുകളിലാണ് ഇന്നലത്തെ ഈ പ്രശ്നം ഉണ്ടായത്. 2 കക്ഷികളും തമ്മിലുള്ള വാക്കേറ്റം ഉണ്ടായതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വാക്കേറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടും തൊണ്ടും ഉണ്ടായി എന്ന് ഒരു പരാതിക്കാർ പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് പോലീസ് പരാതി കൊടുക്കുകയും ചെയ്തു. ഇതൊരു സ്വാഭാവികമായിട്ട് നടക്കാവുന്ന ഒരു കാര്യം. പരാതി വന്നാൽ സാധാരണഗതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്ക് തർക്കമോ അല്ലെങ്കിൽ കയ്യേറ്റമോ ഉണ്ടായാൽ അതിന് നിയമ നടപടികൾ ചെയ്യാന്നുള്ളതാണ് എനിക്ക് ചെയ്യാവുന്ന കാര്യം. അവർ പോലീസിൽ പരാതി കൊടുക്കട്ടെ. പോലീസ് ആ കേസിൻ്റെ മെറിറ്റ് അനുസരിച്ച് കേസെടുത്ത് അത് ചാർജ് ഷീറ്റാക്കി ചെയ്യുമ്പോൾ അതിൻ്റേതായ നിയമ നടപടിക്ക് വരുന്ന ഏത് കാര്യത്തിലും നിയമസഭയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ നഗരസഭയ്ക്ക് യാതൊരു തർക്കവും ആ കാര്യത്തിലില്ല. ഇവിടെ വരുന്ന ആളുകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നഗരസഭയ്ക്കുണ്ട്. അതിൽ വീഴ്ച വരുന്ന ആരാണെങ്കിലും നമ്മൾ നിയമപരമായ നടപടികളുമായി മുമ്പോട്ട് പോകും. വള്ളുവനാട് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജാം ജൂം ഹൈപ്പർമാർക്കറ്റ് എക്സീഡിംഗ് expectations. Atlas Fashion, KSRTC bus സ്റ്റാൻഡിന് സമീപം, പാലക്കാട് റോഡ്, പെരിന്തൽമണ്ണ. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.